സ്വാതന്ത്ര്യ രംഗത്ത് പുതിയ അധ്യായം രചിച്ച സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. കൂട്ടായ്മയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന രംഗത്ത് പുതിയ അധ്യായം രചിച്ച് സ്നേഹസ്പർശം കൂട്ടായ്മയ്ക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. മൂവാറ്റുപുഴയിലെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നാനാമേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെയും കലാകാരന്മാരുടെയും കലാ ആസ്വാദകരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സ്നേഹസ്പർശം കൂട്ടായ്മ കലയിലൂടെ കൂട്ടായ്മ, കൂട്ടായ്മയിലൂടെ ചാരിറ്റി എന്ന പ്രമേയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചെയർമാൻ ഷെനീർ അലിയാർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സംഘടനയുടെ ആദ്യ പദ്ധതിയായി പഠനോപകരണ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷമീറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ചും കലാകാരന്മാർ നമുക്കറിയാം, ഒരു ലോലഹൃദയന്മാരാണ് അല്ലേ. പലപ്പോഴും നമ്മളൊക്കെ ഒരു പണിയില്ലേ ഇവന്മാർക്കെന്ന് വിചാരിക്കുന്ന പോലെ അല്ലേ. ഷമീറിനെ എനിക്ക് വർഷങ്ങളുടെ പരിചയമാണ്. എപ്പോഴും ഞാൻ പലപ്പോഴും നീ നിങ്ങൾക്ക് വേറെ പണി നിന്നിട്ടാന്ന് ചോദിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയല്ല കേട്ടോ എന്ന് പറയുന്ന ആളാണ്. അത്രയും ഒരു അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ സനീറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ്, തീർച്ചയായും ഇത്രയും പ്രായമുള്ള ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും നമുക്കറിയാം, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം ഇനിയുള്ള കാലഘട്ടം അറിവിൻ്റേതാണ്. നല്ല അറിവ് നേടുകയും ആ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കാഴ്ചപ്പാടോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗികൾക്കും വൃദ്ധർക്കും അശരണർക്കും കൈത്താങ്ങാകുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഇവർ പുറത്തിറക്കിയ ഹയാത്ത് എന്ന ആൽബത്തിന്റെ വരുമാനം മുഴുവനും ചാരിറ്റിക്കായി വിനിയോഗിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാട്ട്, മുൻ നഗരസഭാ ചെയർമാൻ MA സഹീർ, പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ സലാം, സ്നേഹസ്പർശം ഭാരവാഹികളായ ഷനീർ അലിയാർ, ജേക്കബ് തോമസ്, PY നൂഹ്, എൽദോ ബാബു, TS മുഹമ്മദ്, അഷ്റഫ് ബദ്രിയ, അമീർ നെടുമ്പുറം, ശ്രീകാന്ത്, അബിൻസ് അബി, നൌഷാദ് കരിമക്കാട്ട്, ഷക്കീർ കരിമക്കാട്ട്, ബിനി ഡോൾ, അബ്ബാസ് ചക്കുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.